വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി കരിമീൻ ഫ്രൈ ചെയ്താലോ? ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ വറുത്തതാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 8 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 ചെറിയ വെളുത്തുള്ളി അല്ലിയുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എല്ലാ ചേരുവകളും വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് സാദാ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ 3 കരിമീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഈ മീനിലോട്ട് ഒന്ന് പുരട്ടി എടുത്ത് വയ്ക്കണം. ഞാനിത് ഒരു അരമണിക്കൂർ മസാലയൊക്കെ പുരട്ടിയ ശേഷം ഒന്ന് വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണിത് വറുത്തെടുക്കുന്നത്. നമ്മുടെ ചാനലിൽ ഒരുപാട് മീൻ കറികളുടെ റെസിപ്പികളും ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിഷ് റെസിപ്പീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കാണുക. റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാൻ മറക്കരുത്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തത്. വെളിച്ചെണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ഓരോ മീനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കരിമീൻ വറുത്തത്. അപ്പോൾ ഇനി അടുത്ത തവണ കരിമീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. ഒരു വശം ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായിട്ട് മൊരിയുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നല്ല നാടൻ കരിമീൻ വറുത്തത് ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ നാടൻ കരിമീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടുത്ത തവണ നിങ്ങൾക്ക് കരിമീൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു രീതിയിൽ അരപ്പൊക്കെ തയ്യാറാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. Thank you.